ചർച്ചയിലേക്ക് എത്തിയാൽ ഇന്ന് എന്താണ് തിരുവനന്തപുരത്ത് കണ്ടത്? നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് 2.5 വർഷത്തിന് ശേഷം പുതിയ നേതൃത്വം എത്തിയതിൻ്റെ ഒരു അരങ്ങേറ്റമാണോ അവിടെ കണ്ടത്? അവരെന്തിനാണ് പോലീസിനെ ഇത്ര പ്രകോപിപ്പിച്ചത്? അങ്ങനെയല്ല, അങ്ങനെ ഒരു പുതിയ സമിതി വന്നുകൊണ്ടുള്ള പ്രതിഷേധം അങ്ങനെ ആയിരുന്നില്ല. സാധാരണ നിലയിൽ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും നടത്തുന്ന പോലുള്ള ഒരു സമരമാണ് നടത്തി വന്നത്. ആ നടത്തി വന്നപ്പോൾ സ്വാഭാവികമായി അറിയാം, കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒന്നോ രണ്ടോ പേര് മുഖ്യമന്ത്രി പോലെ അദ്ദേഹം കളിയാക്കുന്ന പോലെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ കരികടി കാണിച്ചപ്പോൾ അവരെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു. വികലാംഗനായിട്ടുള്ള അജികുമാറിനെ അവനിങ്ങനെ ഇഴച്ചുകൊണ്ട് പോലീസ് പുറകെ നിന്ന് കാലുകൊണ്ട് ചവിട്ടി തൊടിക്കുന്ന രംഗം കേരളത്തിലെ അമ്മമാരുടെ ഹൃദയവേദന പകരുന്നൊരു രംഗമായി. ആ രംഗത്തിൻ്റെ ആവേശം ചിലപ്പോൾ ഉണ്ടായിരിക്കാം മുദ്രാവാക്യം വിളിയിൽ. ആ മുദ്രാവാക്യം വിളി കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു, നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിയമം കയ്യിലെടുക്കുമെന്നാണ്. നിയമം കയ്യിലെടുക്കുമെന്ന് നമ്മളീ പറഞ്ഞു. സ്വാഭാവികമായും നമ്മളോടൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിർത്തണം. ഇങ്ങനെ തെരുവിലിട്ട് ഡിവൈഎഫ്ഐക്കാർ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവരെ നിർത്തിയില്ലെങ്കിൽ ആ പാർട്ടി വേണ്ടി വരും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് അത് പറഞ്ഞേ മതിയാവും. അത് സ്വാഭാവികമായ ഒന്നാണ്. പക്ഷേ അതുമൂലം കേരളത്തിന് തെരുവുകളിൽ നാളെ മുതൽ ഈ പറയുന്ന തെരുവ് യുദ്ധമാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താവും? തെരുവിദ്യ ആരാവും? നാളെ ഡിവൈഎഫ്ഐ ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻഡി വാങ്ങിച്ചോളാനാണ്. അങ്ങനെയാണെങ്കിൽ എൻഡി കോൺഗ്രസ് വാങ്ങിച്ചോളാൻ. മുഖ്യമന്ത്രിയാണ് തെരുവ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത്. എന്താ പറഞ്ഞത്? തുടക്കം കുറിച്ച മുഖ്യമന്ത്രിയാണ്. മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നാളെ നിങ്ങൾ തുടരണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അങ്ങനെ പറയാൻ പാടില്ല.